നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി വയനാട്ടിലേക്ക് പോവുകയാണ്. ആ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ ഇപ്പോൾ വിലാപയാത്രയായി എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്നാണ് അജീഷ് അദ്ദേഹത്തിന്റെ തൊഴിൽ ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയത്. ആ ഘട്ടത്തിലാണ് ആനയുടെ മുന്നിൽ പെടുന്നത്. അദ്ദേഹം ഓടിക്കയറിയത് ഒരു വീട്ടിലെ മതിലിന് ഉള്ളിലേക്കാണ്. പക്ഷേ ആ ഗേറ്റും മതിലുമൊക്കെ തകർത്ത് ആന വീടിനുള്ളിലേക്ക് വരികയും ആ ഘട്ടത്തിൽ ഓടി രക്ഷപ്പെടുന്നതിനിടെ അദ്ദേഹം വീണു പോവുകയുമായിരുന്നു. അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകൾ നമ്മൾ രാവിലെ ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴിതാ വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. കിഷോർ തോമസ് വിവരങ്ങൾ നൽകും ആ വീട്ടിൽ നിന്ന്. കിഷോർ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ കിഷോർ പറഞ്ഞിരുന്നു നൂറുകണക്കിന് ആളുകൾ ഈ പോലീസിന്റെ മുന്നറിയിപ്പുണ്ട്, ആന ജനവാസ മേഖലയിൽ ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം. പക്ഷേ ആ മുന്നറിയിപ്പൊക്കെ അവഗണിച്ച് അവസാനമായി അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഈ അജീഷ് മരിച്ചയാൾ. അദ്ദേഹത്തെ കാണാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? അങ്ങേയറ്റം ഹൃദയഭേദകമാണ് കാഴ്ച എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിജയകുമാർ, അങ്ങേയറ്റം ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് രാവിലെ വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്ന് തൊഴിലാളികളെ അന്വേഷിച്ച് പണിക്കാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയ ഒരാൾ അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ ഈ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഈ നാട്ടുകാർക്കോ ഇവിടെ ബന്ധുമിത്രാദികൾക്കോ ഇവിടെ കൂടിയിരിക്കുന്ന അജീഷിൻ്റെ പ്രിയപ്പെട്ടവർക്കോ ഒന്നും സഹിക്കാൻ പറ്റുന്നൊരു കാഴ്ചയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിലാപയാത്രയായി വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു. അവിടെ നിന്ന് പ്രിയപ്പെട്ടവർ എടുത്തുകൊണ്ടാണ് അജീഷിനെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അത്രത്തോളം സങ്കടകരമായ ഒരു കാഴ്ച. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആനയുടെ സാഹചര്യമുണ്ട്. ഒരു 200 മീറ്റർ അപ്പുറമൊക്കെ ആനയുണ്ട് എന്നുള്ളൊരു വാർത്ത നിലനിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ജനങ്ങൾ അജീഷിനെ ഒന്ന് അവസാനമായി കാണാൻ, തൻ്റെ പ്രിയപ്പെട്ട അജീഷിനെ അവസാനമായി കാണാൻ ഒത്തുകൂടിയിട്ടുണ്ട്, ചേർന്ന് വന്നിട്ടുണ്ട്. അവർ ചുമലിലേറിയാണ് അജീഷ് തൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഏറ്റവും ആവേശഭരിതനായി ഏറ്റവും തിടുക്കത്തോടു കൂടി നടന്നു പോയ ആൾ ഒരു ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറുന്നൊരു കാഴ്ച. ചുറ്റുമുക്കുന്നവരൊക്കെ കണ്ണീരിലാഴ്ന്നു പോകുന്നൊരവസ്ഥ. തങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്ക് ഞങ്ങളൊപ്പമുണ്ടെന്നുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണെന്നുള്ള ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരുടെ തോളിലേറി അജീഷ് ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അത്രമാത്രം സങ്കടകരമായ കാഴ്ച. നിറഞ്ഞു കവിയുന്ന കണ്ണുകൾ. അവരെല്ലാവരും അജീഷിനെ തങ്ങളുടെ പ്രിയപ്പെട്ട അജീഷിനെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അജീഷിനെ കാണാൻ അവർ കാത്തു നിൽക്കുന്നു. അജീഷിന് വേണ്ടി ഒപ്പം ചേർന്ന് നിൽക്കുന്നു. അജീഷിനരിൽ അജീഷ് വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരുടെ ചുമലേറി എത്തുന്നത് കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അത്രമാത്രം വികാരഭരിതമായ, അത്രമാത്രം സങ്കടം അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. ഇവിടെ ഈ ഒരു മേഖലയിൽ ഇന്ന് രാത്രി ആളുകൾ അധികം ഇറങ്ങരുതെന്ന് പറയുമ്പോഴും, ആളുകൾ അധികം തടിച്ചു കൂടരുതെന്ന് പറയുമ്പോഴും ഇവിടെ ജനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ അജീഷ് എന്ന വ്യക്തി പടമല പ്രദേശത്ത് അദ്ദേഹം ചെയ്ത പൊതുപ്രവർത്തനങ്ങളുടെയും അദ്ദേഹം ചെയ്ത നന്മ പ്രവർത്തനങ്ങളുടെയും ആളുകൾ അദ്ദേഹത്തെ ഏറ്റവും അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഇന്ന് രാത്രിയും നാളെ വൈകുന്നേരം 3 മണി വരെയും ഇവിടെ പൊതുദർശനമുണ്ട്. നാളെ പൊതുദർശനത്തിന് ശേഷം 3 മണിക്ക് ശേഷം പടമല പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചടങ്ങുകൾ, അടക്കിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. വിജയകുമാർ. കിഷോർ, നമ്മൾ നേരത്തെയും അന്വേഷിച്ചതാണ് അദ്ദേഹത്തിന്റെ കുടുംബ സാഹചര്യം എന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? നേരത്തെ ഈ കളക്ടറുമായി സംസാരിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഈ കടബാധ്യതയുടെ കാര്യങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ നഷ്ടപരിഹാരം, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം? ഒരു ഇടത്തരം കുടുംബാംഗമാണെന്ന് നമുക്ക് മനസ്സിലായി, പക്ഷേ എങ്കിലും അത് കുറച്ചുകൂടി വിശദമാക്കാം. വളരെ ഇടത്തരം കുടുംബ പശ്ചാത്തലമുള്ളൊരു വ്യക്തി തന്നെയാണ് അജീഷ്. അദ്ദേഹം ഒരു കർഷകനാണ്. ട്രാക്ടറുകളൊക്കെ ഓടിക്കുന്ന കർഷകർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. വീട്ടിൽ ഭാര്യയും 2 ചെറിയ മക്കളും 8ലും 4ലും പഠിക്കുന്ന ചെറിയ മക്കളും വല്യമ്മയും മാത്രമാണുള്ളത്. ഒരു കുടുംബം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന കുടുംബം. പക്ഷേ അദ്ദേഹത്തിന് കാർഷിക കടങ്ങളൊക്കെ ഉണ്ട്, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഏറ്റവും സ്നേഹത്തോടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അജീഷ്. അദ്ദേഹത്തിൻ്റെ ആ ഇടത്തരം വീട്ടിൽ സാധാരണ ഒരു കർഷക കുടുംബത്തിൽ, വയനാട്ടിലെ കർഷക കുടുംബത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനരോഷം ഇത്തരത്തിലുള്ള ആളിക്കത്തിയതും അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ കർഷക കടങ്ങൾ എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ടതും നഷ്ടപരിഹാരമായി നൽകണമെന്നാവശ്യപ്പെട്ടതും. മറ്റാർക്കും ഈ കുടുംബത്തിൽ ഒരു തൊഴിലില്ല, അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് സ്ഥിരമായ ഒരു സർക്കാർ ജോലി നൽകണമെന്നാവശ്യപ്പെട്ടതും അദ്ദേഹം ഒരു ഇടത്തര കുടുംബത്തിൽപ്പെട്ട് വളരെ സാധാരണമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിലെ വ്യക്തിയായതുകൊണ്ടാണ് വിജയകുമാർ. വളരെ സ്നേഹത്തോടു കൂടി ഏറ്റവും മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൽ പണിയെടുക്കുന്ന ഒരു മികച്ച, വയനാട് ജില്ലയിലെ ഒരു മികച്ച കർഷകരിൽ ഒരാൾ തന്നെയായിരുന്നു അജീഷ് എന്ന്.
യെസ്, നമ്മൾ വയനാട്ടിലെ വിവരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഹൃദയഭേദകമാണ് ആ വീട്ടിലെ കാഴ്ച. ഈ രാവിലെ ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ജോലിക്ക് ആളെ അന്വേഷിച്ച് പുറത്തേക്ക് പോയത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ആനയുടെ മുന്നിൽ പെടുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും. ചാലിഗദ്ദയിലെ ജനവാസ മേഖലയോട് ചേർന്ന തോട്ടത്തിൽ ആനയുണ്ട്. അതിന് സമീപമാണ് അജീഷിൻ്റെ വീടുമുള്ളത്. ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി കാട് കയറ്റിയ ആനയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് വിലാപയാത്രയെ അജീഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. നമ്മൾ ഒരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു. കൂടുതൽ വാർത്തകളുമായി വേഗത്തിൽ മടങ്ങി വരും.